ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എന്നിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെള്ളമാണ്. ഞാനൊരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര ഞാൻ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഒരു കപ്പ്, ആവശ്യത്തിന് മധുരം ഒരുപാട് വേണ്ടവർക്ക് ഒരുപാട് എടുക്കാം. ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കോൺഫ്ലവർ, നമുക്ക് ആദ്യം അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ച പാലിലേക്കും പഞ്ചസാരയിലേക്കും കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 15-20 മിനിറ്റോളം മൂടി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഇത് നമ്മളിതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്, ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിൽ ഒഴിച്ച് കൊടുക്കണം. ഒരു മുട്ട ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കോൺഫ്ലവറിലല്ല മൈദയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂടി തുറന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചപ്പാത്തി പലക എടുത്തിട്ട് അതിലോട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കൊടുക്കാം. അതേപോലെ ഒരു വലിയ ബോളാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് കുഴച്ചിട്ട് പരത്തിയെടുക്കാം. കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയിട്ടുണ്ട്. അതായത് ഇതേപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒന്ന് കമത്തി വെച്ച് കൊടുത്തിട്ട് ഓരോ പീസാക്കി എടുക്കാം കേട്ടോ, ഗ്ലാസിൻ്റെ അളവിൽ. ഇതേപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ. ഇതേപോലെയാണുള്ളത്. ഓരോന്നോട്ട് ഇതെല്ലാം നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം. നമ്മളെല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഇത് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണയോ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ബാക്കി ഇതുപോലെ ചെയ്തെടുക്കാം.
എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും വേണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.